വൈദ്യുത നിരക്ക് വർധന ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കും. യൂണിറ്റിന് 4.45 രൂപ വേണമെന്നാണ് വൈദ്യുത ബോർഡിന്റെ നിലപാട്. വേനൽക്കാലത്ത് പുറം വൈദ്യുതി വാങ്ങുന്നതിനാൽ കൂടിയ നിരക്ക് ഈടാക്കണമെന്നുമുണ്ട് ആവശ്യം. അന്തിമ തീരുമാനം വ്യാഴാഴ്ച ഉണ്ടായേക്കും. സിഗരറ്റ്, പാൻ മസാല, എയറേറ്റഡ് പാനീയങ്ങൾ എന്നിവയ്ക്ക് വൈകാതെ നികുതി കൂട്ടിയേക്കും. ഇതിനായി GST കൗൺസിൽ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇവയുടെ നികുതിയും വിലയും കൂടുമെന്ന സൂചനകൾ ശരിവെച്ച് ITC തുടങ്ങിയ കമ്പനികളുടെ ഓഹരി വില ചൊവ്വാഴ്ച ഇടിഞ്ഞു. ആരോഗ്യ, ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ GST നിരക്ക് കുറയ്ക്കുന്ന കാര്യം പരിഗണനയിൽ. അങ്ങനെ വന്നാൽ ഇൻഷുറൻസ് ചെലവ് കുറയും. അന്തിമ തീരുമാനം എടുക്കേണ്ടത് GST കൗൺസിൽ. 10 മിനിറ്റിനുള്ളിൽ ചൂടുള്ള ഭക്ഷണം ഓൺലൈനിൽ എത്തിക്കുന്ന സ്വിഗ്ഗിയുടെ ബോൾട്ട് സേവനം കൊച്ചിയിൽ ആരംഭിച്ചു. 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സൗകര്യം. ഓരോ റെസ്റ്റോറന്റിന്റെയും നിശ്ചിത വിഭവങ്ങൾ മാത്രം ഓർഡർ ചെയ്യാം. ബോൾട്ടും സാധാരണ ഓർഡറും ഡെലിവറി പാർട്ണർമാർക്ക് തിരിച്ചറിയാനാവില്ല. ചില പഴയ മോഡൽ ഐഫോണുകളോട് വിട പറയുകയാണ് വാട്സാപ്പ്. 5 മാസ സാവകാശമുണ്ട്. അതിനുള്ളിൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യുകയോ മറ്റു വഴി നോക്കുകയോ വേണം. iPhone 5s, iPhone 6, iPhone 6 Plus എന്നിവയാണ് പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ വാട്സാപ്പിന് പുറത്താകുന്നത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com സന്ദർശിക്കുക.